ഹലോ, ഇന്ന് ഒരു നോർമൽ ഈവനിങ് അറ്റ് മൈ ഹോം ആണ് കാണിക്കാൻ പോകുന്നത്. ഞാനും കണ്ണനും കൂടെ ഇങ്ങനെ ചില്ല് ചെയ്ത് ഊഞ്ഞാലൊക്കെ ആടി പാട്ടൊക്കെ പാടി അവിടെ ഇരിക്കുകയായിരുന്നു. അന്നേരമാണ് അമ്മ ബിന്ദു ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് താമരയുടെ കുറച്ച് തൈകൾ കൊണ്ടുവന്നത്. അപ്പോൾ കണ്ണെന്താ അത് നടാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയാണിത്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇതെല്ലാം കൂടെ ഷൂട്ട് ചെയ്ത് ഒരു വ്ളോഗാക്കി ഇടാന്ന്. ഇത് മാത്രമല്ല, ബാക്കി ഈവനിങ്ങും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. തുള്ളി തുള്ളിയായിട്ട് പോവും, അതങ്ങ് ഡിവൈഡായി പോവാതെ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ തൈകൾ. കണ്ണനാണെന്ന് പറഞ്ഞത് നമ്മുടെ കുളത്തിൽ ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഇതായിട്ട് വരുമായിരിക്കും എന്നൊക്കെ. അപ്പോൾ അവിടെ തുറസായിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് പട്ടിശല്യം നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും കൂടെ അപ്പുറം നിൽപ്പുണ്ട്. നമ്മൾ അന്ന് വെച്ച അങ്ങനെ കണ്ണൻ അതിസാഹസികമായി കുളത്തിൽ നിന്ന് എല്ലാ തൈകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ ഇറങ്ങുവാന്ന് പറഞ്ഞ് പറയാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് പോയി യാത്രയാക്കിയിട്ട് വരാം. ഈ ഒരു ആംഗിളിൽ നല്ല രസമുണ്ടല്ലേ വീഡിയോ കാണാനായിട്ട്. വീടിൻ്റെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ. വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പിന്നാലെ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് അവിടെ അകത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ നമ്മുടെ കണിക്കൊന്ന പൂത്തതൊക്കെ കഴിഞ്ഞ് വിഷുവൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. മറിഞ്ഞു വീണ നമ്മുടെ ചെമ്പകം പിന്നെയും കിളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഹാപ്പി ന്യൂസാണ്. അമ്പലത്തിൽ പോകാൻ സമയമായപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ദീപാരാധന കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അച്ഛനും വേണുപ്പനും പേരമ്മ എത്തി. അവരൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വരെ പോയേക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് ഈവനിങ് വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺഡ്.